ഭംഗിയുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ടയർഡായാ? എങ്ങനെയുണ്ട്? കുറച്ചുണ്ട് എങ്ങനത്തെ പണികൾ? എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ നമ്മളുടെ ഇന്നൊരു വ്ളോഗാണ്, ബട്ട് ഭയങ്കര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വ്ളോഗാണ്. ഉണ്ണിക്കുട്ടിയുടെ ഒരു നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. ഇന്ന് നമ്മള് ഒരു സ്റ്റുഡിയോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാലോ എനിക്കൊരു സ്റ്റുഡിയോ റൂം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് വേറൊരു സ്പേസിലേക്ക് മാറുകയാണ്. അപ്പൊ അത് ഭയങ്കര സ്പേസിലേക്ക് മാറുന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് മാറി അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല. ഇവിടെ നമ്മുടെ വീടിന്റെ അച്ഛന്റെ തൊട്ട് മീൻസ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ അച്ഛന്റെ സിസ്റ്ററിന്റെ വീട്. അപ്പൊ അമ്മായി പണ്ട് ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ ട്യൂഷൻ എടുക്കാനും അങ്ങനെ കുറച്ച് സൗകര്യത്തിന് വേണ്ടി ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ, വീടിന്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൽ ചെറിയൊരു ട്യൂഷൻ ക്ലാസ് മാതിരി പണിതിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഔട്ട് ഹൗസ് എന്നാണ് വിളിക്കുന്നത് സ്റ്റൈലില്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ഏരിയ ഉണ്ട്, ഒറ്റ റൂം ഉണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പൊ ട്യൂഷൻ എടുക്കാൻ 10-20 പിള്ളേർക്കൊക്കെ ട്യൂഷനൊക്കെ എടുത്തോണ്ടിരുന്നതാ. അപ്പൊ ആ സമയത്ത് വീട്ടില് ഈ പിള്ളേരുടെ ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടി, ഭയങ്കര തിരക്കല്ല എന്നാലും പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അത്രയും മീൻസ് വീടിന്റെ ഉള്ളിൽ തിക്കിഞ്ഞിരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ക്ലാസ് എന്നുള്ള രീതിയിൽ പണിതതാണ് ഈ നമ്മുടെ ഔട്ട് ഹൗസ്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് ഏട്ടന് കൊറോണ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വ്ളോഗിൻ്റെ. അപ്പൊ ആ സമയത്ത് നമ്മള് എൻ്റെ സ്റ്റുഡിയോ റൂമിലാണ് ഏട്ടൻ ഐസൊലേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് സ്റ്റുഡിയോ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ 2 ആഴ്ച മുന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഞാൻ റൂമിലിരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഷൂട്ടിങ് ഭയങ്കര പണി കിട്ടിയതായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, അയ്യോ നമുക്കെന്നാ അമ്മയുടെ ഈ ട്യൂഷൻ റൂം നമുക്ക് അങ്ങോട്ട് സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്താലോ. ബിക്കോസ് ഇത് അടച്ചു കിടക്കുകയാണ്, അങ്ങനെ ഒന്നുമില്ല. റാൻഡം കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെറുതെ വെച്ചേക്കാണ്. അതും ഈ മെയിൻ റൂമിൻ്റെ അകത്ത് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. എല്ലാം ആ കിച്ചൺ ഏരിയൻ്റെ അകത്താണ് എല്ലാം ഒതുക്കിയിട്ടാണ്. അപ്പൊ ഈ ഒരു റൂം എൻ്റെ സ്റ്റുഡിയോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനൊരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്, കുറച്ച് ഫ്ലോർ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമുക്കൊരു വർക്ക് സ്പേസ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ട്രയലാണ്. അപ്പോൾ ബാംഗ്ലൂർ പോണില്ലേ എന്ന് ചോദിക്കുന്നവരോട് ബാംഗ്ലൂർ അടുത്തൊന്നും പോണില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാൻ സൗകര്യം. പിന്നെ കുറേ സാധനങ്ങൾ, ഇത് നിങ്ങൾക്ക് അറിയാലോ, ഒരു ബ്യൂട്ടി ബ്ലോഗർ ആണെങ്കിലും ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഒത്തിരി പ്രൊഡക്ട്സ് ഇൻഫ്ലോ ആണ്. നമുക്കിങ്ങനെ സാധനം വന്ന് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്താലും മാറ്റി വീട്ടിൽ നിന്നൊന്ന് ഒതുക്കി വെക്കാനും ഭയങ്കര സൗകര്യമാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പെട്ടെന്ന്. പക്ഷേ ഏട്ടൻ്റെ ഈ ക്വാറന്റീനൊക്കെ കഴിയാറായപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നത്. പിന്നെ ഏട്ടൻ്റെ റിവേഴ്സ് ക്വാറന്റീൻ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തു തുടങ്ങുന്നത്. എന്നാലേ നമുക്കായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ 2 ദിവസം മുന്നേ വന്നിട്ട് ഞാൻ ഞാനും അമ്മയും ഉണ്ണിക്കുട്ടിയും കൂടി കഴുകി ക്ലീൻ ചെയ്ത് ഫ്ലോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, മതിലൊക്കെ ചെയ്തു. അപ്പോൾ ഈ വീടിന്റെ അല്ലെങ്കിൽ ഈ ഔട്ട് ഹൗസിന്റെ ബിഫോർ രൂപം നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വരിക, എന്നിട്ട് നമുക്ക് പയ്യെ പണി തുടങ്ങാം. അപ്പൊ സാധനങ്ങളൊക്കെ പയ്യെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിളൊക്കെ ഇരിപ്പുണ്ട്, ഇതേ കണ്ട ഒരു ടേബിൾ ഇരിപ്പുണ്ട്. അപ്പൊ അതെടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് വേണം നമുക്ക് പണി തുടങ്ങാൻ വേണ്ടി. ബിക്കോസ് ഫ്ലോറിലൊക്കെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പയ്യെ നമ്മൾ പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് ബാക്ക് സ്റ്റോറി. നമ്മളിപ്പോ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രാജുവൽ പ്രോസസ്സ് എന്താണെന്ന് കാണാം. അപ്പൊ ഏട്ടൻ പയ്യെ ലാഡറും സ്റ്റിക്കേഴ്സും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പയ്യെ തുടങ്ങാം. അതിന് മുന്നേ നിങ്ങൾ പോയിട്ട് ബിഫോർ കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട് ഹൗസ് കം ട്യൂഷൻ ക്ലാസ്. അപ്പോൾ ഇത് കേട്ടോ, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ ഇത്രയും സ്പേസേ ആകെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും നിറച്ച് ജനലുകളും വെന്റിലേഷൻസ് ഉണ്ട്. വൈറ്റ് വാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകും. 2 ഫാനുണ്ട്, 2 ട്യൂബ് ലൈറ്റ് ഉണ്ട്. പിന്നെ കറണ്ട് കണക്ഷനും അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്മായി എന്തൊക്കെയൊക്കെ വിരിക്കാൻ വേണ്ടി അഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പഴയ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പഴയ തുണീൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ കിച്ചൺ ഏരിയ നിറച്ച് ഇങ്ങനെ സ്ക്രാപ്പ് സാധനങ്ങൾ വെച്ചേക്കാണ്. പഴയ വാഷിംഗ് മെഷീനും തൊട്ടിലിൻ്റെ പീസസും പിന്നെ അല്ലാണ്ട് കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ട് മാറ്റി വീട്ടിൻ്റെ അതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗോഡൗൺ മാതിരി സിറ്റുവേഷനാണ് കിച്ചണിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ലൈക്ക് പണി തുടങ്ങണേ മുന്നേ. അപ്പോൾ ഈ ഫ്ലോറൊക്കെ ഞങ്ങൾ കഴുകിയായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്.
അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇനി നമ്മുടെ സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഈ അഴയൊക്കെ എടുത്ത് മാറ്റണം. ഈ മതിൽ അൺവാണ്ടഡ് ആയിട്ട് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പറിച്ച് കളയൊക്കെയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ കറണ്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ സമാധാനം, അതിന് ഇനി വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. കണ്ടോ, ഈ ഒരു 2 മതിലുമാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബിഫോർ ലുക്ക്. ഏട്ടനും അമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അവര് മാറാമല അടിച്ചോണ്ടിരിക്കണേ. മതിലും ഫ്ലോറും ഒക്കെ നമ്മൾ അടിച്ച് കഴിക്കായിരുന്നു. അപ്പൊ മാറാമല അടിച്ചാലല്ലേ നമ്മള് ചെയ്യാൻ പറ്റുള്ളൂ. ഏട്ടാ, യു എക്സൈറ്റഡ് ഏട്ടാ? ഏട്ടാ അമ്മ ഐ യു എക്സൈറ്റഡ്? അമ്മ നമ്മളെ പെട്ടെന്ന് ഈ ഐഡിയ ഒന്നല്ലേ അല്ലേ അമ്മേ? സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിയുന്നുള്ള സന്തോഷത്തിലെത്തുമ്പോ. യെസ്, ഞാനപ്പോ ഇവിടെ സൂപ്പർവൈസറായിട്ട് ഇരിക്കുകയാണ്. ഞാനിങ്ങനെ എന്താ പറയാ, ആക്ച്വലി എനിക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒട്ടിച്ചോളം മുൻപരിചയമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ലാഡറിന്റെ മുകളിലൊന്നും പിടിച്ച് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ സാറ്റർഡേ സൺഡേ വരെ വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാനിത് എന്തായാലും ഇട ദിവസങ്ങൾ തുടങ്ങിയത്. ഏട്ടന്റെ സഹായം, സമ്പൂർണ്ണ സഹായം അല്ല ഏട്ടാ? എടുത്തിരിക്കണം. ഏട്ടന്റെ സമ്പൂർണ്ണ സഹായം ഇല്ലാണ്ട് എനിക്കിപ്പോ ഈ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ തുടങ്ങാത്തത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും തുടങ്ങുന്നത്. ബിക്കോസ് ഇവിടുത്തെ ഈ റൂഫിനൊന്നും ഭയങ്കര ഹൈറ്റ് ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കുറച്ച് ഫാനിന്റെ ഒച്ച ഉണ്ടാവും. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര ചൂടാണ്. അപ്പൊ ഫാൻ ഇടാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ജസ്റ്റ് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാൻ വേറെ വഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെയാണ് കേട്ടോ ഇതിന്റെ റിനോവേഷൻ ഒക്കെ ചെയ്യുന്നത്, മോഡി പിടിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഇവിടെ ഉണ്ടല്ലോ ഏട്ടാ, ഒന്ന് മാറിയേട്ടാ. ഏട്ടൻ നിക്കണേന്റെ തൊട്ട് ബാക്കിലായിട്ട് എന്താ ഒരു മാറിയിട്ട് ഒരു ഇത്തിരി ഒതുങ്ങിയ കട, ഒരു ഡോർ സ്പേസ് മാതിരി ഉണ്ട്. അങ്ങോട്ടാണ് കിച്ചൺ പോണ സ്ഥലം. അവിടെ നമ്മളൊരു ഡോറ് വെക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. യെസ്, പക്ഷെ എന്ത് പറ്റി, നമ്മൾ ഇത്രയും വലിയ പ്ലാനൊക്കെ വന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ ലോക്ക്ഡൌൺ വന്നു. സോ നമുക്ക് ആരെയും പണിയുടെ ആളെ ഒന്നും വിളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ തൽക്കാലം ഇപ്പൊ അവിടെ ഒരു കേർട്ടൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക്ഡൌൺ ഒന്ന് സെറ്റിലായി കുറച്ച് എന്താ പണിക്ക് ഇങ്ങനെ ആളൊക്കെ കിട്ടുന്ന സമയത്ത് അവിടെ ഒരു ഡോർ വെക്കും. ഡോർ വെച്ചിട്ട് നമ്മൾ ആ ഡോറിന്റെ ബാക്ക് സൈഡും കൂടി നമ്മൾ ഇങ്ങനെ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. ആ വാൾ സ്റ്റിക്കർ ഒന്ന് കാണിക്കാമോ? കാണിക്കുന്നത് ഇതാണ് നമ്മളുടെ വാൾ സ്റ്റിക്കേഴ്സ്. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. ഇതിന് എത്ര രൂപ എന്നൊക്കെ ഉള്ളതെല്ലാം ഞാൻ ഹോൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇത് വന്നിട്ട് നമ്മുടെ ഒരു എന്താ കണ്ട മാർബിൾ പ്രിന്റ് ആണ് കണ്ട. അപ്പൊ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ പറയാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലത്തെ 5 എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഈ 3 സൈഡ്, അതായത് ഈ നമ്മുടെ ഇത് മുഴുവനും നമ്മൾ ഒട്ടിക്കാനുള്ള എവിടെ വരെ നമ്മൾ ഒട്ടിക്കണം കാണിച്ചു തരാം. കണ്ടിപ്പോ ഏട്ടൻ നിൽക്കണ ഈ വാള്, പിന്നെ ബാക്കിലത്തെ വാള് ആൻഡ് ഓൾസോ ഈ സൈഡ് വാള്, ഇത്രയും മാത്രമേ നമ്മൾ ഒട്ടിക്കുന്നുള്ളൂ. ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കണത്. ബിക്കോസ് ബാക്കി ഇങ്ങോട്ടൊക്കെ ഫുള്ള് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പാണ്. സോ ഇങ്ങോട്ടൊന്നും നമ്മൾ ഒട്ടിക്കുന്നില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ എങ്ങനെ നമ്മൾ വാൾ സ്റ്റിക്കേഴ്സ് നമ്മൾ ഒട്ടിക്കുന്നില്ല കേട്ടോ. അപ്പൊ ആ 3 വാളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഓൾസോ ഡോർ വെച്ച് കഴിയുമ്പോൾ ഡോറിന്റെ ബാക്കിലും ഒട്ടിക്കും. ഇതാണ് നമ്മൾ പിന്നെ ഫ്ലോറിൽ നമ്മൾ ഒട്ടിക്കേണ്ടത്. അതും ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ഇങ്ങനത്തതാണ് ഫ്ലോറിന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. ഫ്ലോർ നമ്മൾ ലൈറ്റ് എടുക്കാത്തതാണ്. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചളിയാക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് നമ്മളോട് തന്നെ എടുക്കാത്തത്. അപ്പൊ ഇത് നമ്മുടെ മറ്റേ വുഡൻ ബ്ലോക്സ് മാതിരത്തെ ആ ഒരു ടൈപ്പ് ഡിസൈൻ ആണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ 3 റോളിലാണ് വാങ്ങിച്ചേക്കുന്നത്. എത്രണ്ണം വേണ്ടി വരും നമുക്ക് അറിയില്ല. പക്ഷെ ഫ്ലോർ നമ്മൾ കംപ്ലീറ്റ്ലി ഒട്ടിക്കുന്നുണ്ട്. ആകെ വോൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഈ കാണിച്ച വോൾ. അപ്പൊ എനിക്ക് നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അതിനും യൂസ് ചെയ്യാം, ഇരുന്നും ഷൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒക്കെയാണ്. അതൊക്കെ എവിടെ ചെന്നെത്തും നമുക്കറിയില്ല. ഇതിന് പ്രത്യേകിച്ച് നമ്മളും കൂടിയാണ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പാടില്ല. സോ ഇതാണ് ഫ്ലോറിന്റെ ആൻഡ് ഒരു മാർബിൾ പ്രിന്റ് ആണ് വാളിന്റെ. ഒരു ബ്രിക്കിന്റെ ഡിസൈൻ ഉള്ളത് ഉണ്ടായിരുന്നു വാളിന്, പക്ഷെ അത് ഞാൻ കുറെ ആൾക്കാർ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് അമ്മയെ പറഞ്ഞു എല്ലാവരും ചെയ്തത് തന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർബിൾ പ്രിന്റ് ആണ് എടുത്തേക്കുന്നത്. ആക്ച്വലി ഇവിടെ പെയിന്റ് ചെയ്തില്ലെങ്കിലും വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ആണ്, ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു മേക്ക് ഓവർ ലുക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പടക്ക പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ,
സോ നമ്മുടെ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്ന പണിയാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ ഒരു പീസ് ഉണ്ട്. അതങ്ങ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്ലൂ ഉള്ള സൈഡ് ഉണ്ട്. അത് നമ്മൾ മതിലിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തുണി വെച്ചിട്ട് ബബിളും മടക്കുകളും വരാതെ നമ്മളിങ്ങനെ തേച്ച് വേണം അത് ഒട്ടിക്കാൻ വേണ്ടി. കണ്ടപ്പോഴും അതിൻ്റെ റോള് കണ്ടപ്പോഴും വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് വലിയ സിമ്പിളൊന്നും അല്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റത്തില്ല. ഒരാളുടെ സഹായം എന്തായാലും പൂർണ്ണ സഹായം വേണം. പിന്നെ നമ്മൾ മതിലുകളും പിന്നെ നമ്മൾ അങ്ങനെ പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ അലൈൻമെൻറ്റ് വളഞ്ഞു പോണ പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഈ സ്റ്റിക്കർ നമ്മൾ വലിച്ച് വരുമ്പോൾ അത്രയും അങ്ങോട്ട് കംഫർട്ടബിൾ ആവില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിത് ആദ്യമായിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അസൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ കോർണേഴ്സ് ഏറ്റവും അങ്ങനത്തെ സ്ഥലമൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി സംഭവം മാനേജ് ചെയ്തു. നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണിത്. നമ്മളിങ്ങനെ ആളെയൊക്കെ വിളിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റുവേഷനിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിങ്കി ചേച്ചി വിളിച്ചു. അപ്പോൾ ഞാൻ പണിയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു താഴത്തേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂട്ടോ. അപ്പോൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏട്ടൻ പറയും അങ്ങനെ ബാക്ക് ടു ബാക്ക് നീ ഒന്നും ചെയ്യേണ്ട, നീ അവിടെ ഇരുന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ തരും. അപ്പോൾ അങ്ങനെ കാഠിന്യമുള്ള പണികളൊന്നും എന്നെ കൊണ്ട് ഏട്ടൻ എടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ രണ്ടുപേരും കൂടി തന്നെയാണ് എല്ലാം ചെയ്തേക്കണം. അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കൽ. ഞങ്ങളിപ്പോ രണ്ടാമത്തെ മതിൽ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. അത്ര ഈസിയുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും ചുളിവ് വരാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ മെഷർമെന്റ് ചെറിയ പീസുകൾക്ക് അവിടെയൊക്കെ മിസ്സാവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിപ്പോ ഒരാളെ വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ എന്തൊരു കാര്യം പറയുന്നത്, നമുക്ക് ഞാൻ 3 സൈഡിലെ റോൾസ് ഒട്ടിക്കാൻ വേണ്ടിയാണ് 5 റോൾസ് വാങ്ങിച്ചത്. പക്ഷെ 5 റോള് തികയില്ല. ആകെ ഒരു 2 വോൾ ഒട്ടിക്കാനുള്ളത് മാത്രമേ നമുക്ക് തികയുള്ളൂ. ഈ സൈഡിലെ വോൾ അപ്പൊ തൽക്കാലം നമ്മൾ ഒട്ടിക്കാനില്ല. ഇനി നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വന്ന്, പക്ഷെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എപ്പോൾ വരും അറിയില്ല. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തൽക്കാലം പിന്നെ ഞാൻ ഈ 2 സൈഡിലെ വോൾസ് ആണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ തൽക്കാലം ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഒട്ടിക്കാൻ തികയാത്തത് കൊണ്ട് നമുക്ക് ഒട്ടിക്കുന്നില്ല. അതിപ്പോ അവിടെ തന്നെ ജസ്റ്റ് വിടുകയാണ്. അപ്പോ നമ്മളെന്ത് മെഷർ ചെയ്തതിന്റെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേഷൻസ് മാറിപ്പോയതിന്റെ കൊണ്ടായിരിക്കും വേണമെങ്കിൽ തികയാത്ത. നമ്മളൊരു 5 റോളാണ് വാങ്ങിച്ചത്. പക്ഷെ ഒരു 8 റോൾ വേണം ചേട്ടാ. 6 ഇപ്പഴത്തെ തന്നെ ഒട്ടിക്കാനോ? 8 9 നമുക്ക് വേണ്ടി വരും ഈ 3 സൈഡ് ഒട്ടിക്കാൻ വേണ്ടി. അപ്പൊ ഒരു എക്സ്ട്രാ 3 കൂടി വാങ്ങിയാല് ഫുള്ളും ഈ 2 സൈഡും മതിയാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ വോള് ഒട്ടിച്ചോണ്ടിരിക്കണേ കുറച്ച് പാടാണ് കേട്ടോ. ഇടയ്ക്കാണ് ചുളുക്കൊക്കെ വരും. നല്ല പാടാ. പൊക്കുമ്പോഴത്തേക്കും അടുത്ത പെയിന്റിന്റെ കൂടെയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ വിൻഡോ ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഈ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് തെർമോക്കോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അടയ്ക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഈവൺനെസ് കിട്ടത്തില്ല വീഡിയോസിന്. സോ ഈ സാധനം അടയ്ക്കുന്നുണ്ട്. ഇവിടെ ഉള്ളത് നമ്മൾ അടയ്ക്കുന്നില്ല കേട്ടോ. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഹലോ, ഇപ്പൊ നമ്മൾ 1 മണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പണിക്കാരുടെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടും. ഓൾമോസ്റ്റ് തീരാറായി. ഇനി നമ്മൾ ഈ കോർണറിലുള്ള ഇങ്ങനെ പാച്ച് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും പാട്. ബിക്കോസ് ഭയങ്കരമായിട്ട് ചുളിവ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മാർബിൾ പ്രിന്റ് ആയതുകൊണ്ട് ദിവസമായിട്ട് മനസ്സിലാവണില്ല എന്നുള്ളത് നേരം സത്യം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വോൾ ബ്രിക്കിന്റെ പ്രിന്റ് എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ബ്രിക്കിന്റെ പ്രിന്റ് എടുക്കുന്ന നല്ല പണി കിട്ടിയെന്ന് വെച്ചാൽ ആ അലൈൻമെന്റ് പോവില്ലേ ഇങ്ങനെ ഓരോ റെക്ടാംഗിൾ പീസസ്. അപ്പൊ അത് ശരിക്കും ചെയ്യുന്നത് ഏതോ നല്ല നേരത്ത് നമുക്ക് മാർബിൾ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഇപ്പൊ തോന്നിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. വലിയ പരിക്കുകളൊന്നും വെച്ചാൽ ചുളിവ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ഈ പ്രിന്റ് ഇങ്ങനത്തെ ആയതുകൊണ്ട് ദൈവം സഹായിച്ച് മനസ്സിലാവണില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇനി നമ്മളുടെ കോർണേഴ്സുകളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഈ മതിൽ കഴിഞ്ഞു, ആ മതിൽ കഴിഞ്ഞു. ഇനി ആ ചെറിയ പാച്ച് വർക്ക് ഉണ്ട് പീസ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള പണി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് വൈകുന്നേരം ആയിരിക്കും നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലോർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ 1:15 എന്തോ ആയി. അതിൻ്റെ ഇടയിൽ അമ്മ ഞങ്ങൾക്ക് റിഫ്രഷ്മെന്റ് ആയിട്ട് മാങ്ങയും ആപ്പിളും ഒക്കെ കൊണ്ട് തന്നായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. നല്ല ചൂടാണ് കേട്ടോ. അവിടെ 2 ഫാൻ ഉണ്ടായിട്ട് 1 ഫാൻ ഇടാൻ പറ്റുള്ളൂ. ബസ്റ്റ് നല്ല ചൂടുണ്ട്. അപ്പൊ ഇനി പോയിട്ട് നമുക്ക് ഇനി അടുത്ത ഊണ് കഴിച്ചിട്ട് വേണം ബാക്കി. അല്ലേ പണിക്കാരൻ എന്തായി പണി? എവിടെ വരെ പണിക്കാരൻ ടയർഡായാ? അങ്ങനൊന്നും ഞങ്ങൾ കുലിക്കില്ല അല്ലേ? അപ്പൊ ഞങ്ങൾ ഇനി അതിന്റെ പണി നോക്കിക്കൊണ്ടിരിക്കാം. ഒന്നല്ല ഇങ്ങനത്തെ ഈ കുട്ടി കോർണേഴ്സുകൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തത് കൊണ്ടും ജീവിതത്തിൽ ആദ്യമായിട്ട് വോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നത് കൊണ്ടും
കുറച്ച് അങ്ങനത്തെ സ്ഥലങ്ങൾ കുറച്ച് പാടാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ സംഭവം മാനേജ് ചെയ്യാണ്. അതും അതിൻ്റെ അതേ കണ്ടത് താഴത്തത് ഇവിടെ കണ്ടോ, അതും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുക, അതും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവരെയുള്ള പണി നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മള് മോസ്റ്റ്ലി നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള തേർഡ് വോള് നമ്മൾ ഒട്ടിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ബിക്കോസ് ഇത് വെറും പ്ലെയിൻ വോളായിട്ട് തന്നെ നമ്മളോട് കിടന്ന് തലകുത്തി മറിയായിരുന്നു ഒട്ടിക്കാൻ വേണ്ടി. അപ്പൊ ഈ സൈഡിലാവുമ്പോഴത്തേക്കും സ്വിച്ച് ബോർഡ് ഉണ്ട്, അതിന്റെ കണക്ഷൻ എടുത്തേക്കണതിന്റെ ആ ഒരു PVC-ന്റെ സാധനം, അതിലത്തെ സാധനമുണ്ട്, പിന്നെ ട്യൂബ് ഉണ്ട്. അങ്ങനെ എത്രത്തോളം ശരിയാവും അറിയില്ലാത്തത് കൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ 2 വോൾ ഒട്ടിക്കാനേ ചാൻസ് ഉള്ളൂ. അറിയില്ല, ഉറപ്പില്ല കേട്ടോ. ഒത്തിരി പാടാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അങ്ങനെ ഒട്ടിച്ചുതരാൻ ആരെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അല്ലാണ്ട് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അളവെടുത്ത് കട്ട് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഒറ്റയടി ഇങ്ങനെ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡ് നമ്മൾ മിക്കവാറും നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് വെച്ചാൽ അത്രയും ചുളിവ് വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതാണ് സംഭവം. അപ്പം നമ്മൾ അറിയില്ല, നമ്മൾ ഈ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഭംഗിയുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, ഭംഗിയില്ലെങ്കിൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. ഓക്കെ, ലഞ്ച് ടൈം, ലഞ്ച് ബ്രേക്ക് ടൈം, ലഞ്ച് ബ്രേക്ക് ടൈം. പണിക്കാരൻ ടയർഡായി അല്ലേട്ടാ? എന്തായി ടയർഡായാ? എങ്ങനെയുണ്ട്? കുറച്ചുകൊണ്ട് പണികൾ. അപ്പൊ നമ്മൾ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ നമ്മളുടെ മതിലുകൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോർ ഒട്ടിക്കും. ഓക്കെ, ഇനി ഫ്ലോറിനൊക്കെ ഇനി ഒട്ടിച്ച് തുടങ്ങുമ്പോഴായിരിക്കും അറിയണത് തികയോ ഇല്ലെന്നൊക്കെ ഉള്ളതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രേക്കിന് പോകാൻ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പിന്നെ കാണാം. ബൈ. ഹലോ, വെൽക്കം ടു ഡേ 2. ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ടയർഡ് ആയതുകൊണ്ട് പിന്നെ നമ്മള് വൈകുന്നേരത്തെ പണിക്ക് വന്നില്ല. ബിക്കോസ് ഓൾറെഡി തന്നെ 2 മണിയായിരുന്നു നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി പോയപ്പോ. പിന്നെ ആകെ ടയർഡായി. പിന്നെ ഓർത്തു ജസ്റ്റ് ഫ്ലോറും കൂടി ചെയ്യാനുള്ളൂ. അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞു ഇന്ന് സൺഡേ ആണ് കേട്ടോ, അപ്പൊ ഇന്ന് സൺഡേ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ചെയ്തില്ല. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ നമ്മൾ ഇനി 2ാം ഘട്ട പണിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്ലോറാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ചവറുകളൊക്കെ ഒന്ന് ഒതുക്കണം. പിന്നെ ഇവിടെ ഒരു ടേബിൾ കിടപ്പുണ്ട്, ആ ടേബിൾ എടുത്ത് പുറത്തോട്ടിടണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫ്ലോറിന്റെ മെഷർമെന്റ് നോക്കിയതിന് ശേഷം അത് അളന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് പോകണം. അപ്പൊ ഇന്ന് എൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് കുറവായിരിക്കും. ബിക്കോസ് എനിക്ക് കുഞ്ഞിരുന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. സോ ഏട്ടനായിരിക്കും ബേസിക്കലി ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ അളക്കലും മുറിക്കലും മെന്റൽ സപ്പോർട്ടും ഒക്കെയാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ ഫ്ലോറിങ്ങും അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ സാധനങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു സെറ്റപ്പാണ്. അത് ഭയങ്കര വലിയ പണിയാണ്. അത് ചെറിയ പണിയാണ്. വരുമ്പോൾ അത്ര സാധനങ്ങൾ വേണം കൊണ്ടുവരാറുണ്ട്. പിന്നെ എന്റെ ഓർഗനൈസർ ഒന്ന് ഓർഡർ ചെയ്തത്, അത് വന്നിട്ടില്ല. പിന്നെ ഇത് മോടി പിടിപ്പിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പൊ ഇത് ഒട്ടിച്ചിട്ടല്ലേ ഉള്ളൂ, കൊണ്ടാക്കും ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. സോ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടില്ല. അപ്പൊ നമ്മളൊരു 2, 3, 4 ദിവസം എടുത്തിട്ടായിരിക്കും ഈ വീഡിയോ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യണത്. സോ ഏട്ടൻ ഇപ്പോ ഇവിടെ ഉണ്ട്, അല്ല ഇവിടെ അല്ല, അവിടെ അകത്തുണ്ട്. ഇപ്പൊ വരും, വന്നിട്ട് വേണം നമുക്ക് ഇനി മെഷർമെന്റ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പരിപാടി. ഓക്കെ, അപ്പൊ നമുക്ക് പണി തുടങ്ങാം. സെക്കൻഡ് ഡേ പണി തുടങ്ങാം. കാരണം എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് ആയതുകൊണ്ടും അവിടെയും ഇവിടെയൊക്കെ വിൻഡോ ഉള്ളതുകൊണ്ടൊക്കെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. നല്ല വെളിച്ചമുള്ളത് കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് നല്ല എസ്തറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഭംഗി ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമ്മൾ മറ്റു ക്ലോസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ, അതിനൊരു സ്പേസ് വേറെ എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ആ ഡോറ് പിടിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് കുറെ കൂടിയൊക്കെ ഈസി ആയിരുന്നു. പക്ഷെ ഡോറ് പിടിപ്പിക്കാൻ പറ്റാത്തടത്തോളം കാലം നമുക്കത് വാഷിംഗ് മെഷീനൊക്കെ കാണാടോ, വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്നുണ്ടോ, യൂസ് ചെയ്യാത്തതാ ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ ലോക്ക്ഡൗൺ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നമുക്ക് ഡോറ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ വോൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ട് വീണ്ടും വോൾ സ്റ്റിക്കർ നമ്മുടെ ഡോറിന്റെ ബാക്കിൽ ഒട്ടിക്കണം. എന്നാലേ അതിന്റെ കൂടെ കറക്റ്റ് സിങ്ക് ആയിട്ട് പോകുള്ളൂ. അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ടെമ്പററി ആയിട്ട് നമുക്കിപ്പോൾ മാറാൻ പറ്റുള്ളൂ കേട്ടോ. പെർമനന്റ് ആയിട്ട് 100% മാറാൻ പറ്റുമെന്ന് അറിയില്ല. ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഞാൻ കുറച്ച് പ്രതീക്ഷയോടെ നോക്കി കാണുന്നതാണ്. ഒരു നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. സോ ഇനി ഏട്ടൻ വന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്ലോർ പണി ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടിയൊക്കെ അടിച്ചിട്ടാണ്. ബിക്കോസ് ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ കണ്ട ആ ഒരു പൊടീൻ്റെ പാടുകളൊന്നും മാറണില്ല. കുറേ നാളായിട്ട് യൂസ് ചെയ്യാറില്ല.
അപ്പോൾ അടിച്ച് കഴുകിയെങ്കിൽ കൂടിയും ആ ഒരു കളർ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അടിച്ച് തുടച്ചിട്ടു. നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഫ്ലോർ അല്ലേ ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞാൽ നീ അവിടെ ഇരുന്നു ഞാൻ ചെയ്തോളാം, വെറുതെ കിടന്ന് പിന്നെ ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് എനിക്ക് താഴത്തിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ മതിലായിരുന്നു ഈസി. തറ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല പണിയാണ്. വെച്ചാൽ അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയുള്ളൂ. തറ കുറച്ചും കൂടി എക്സ്ട്രാ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ 4 കാലം നിന്നിട്ടാണെങ്കിൽ അങ്ങനെ ഒന്നും പിടിച്ച് വലിക്കാനും പറ്റണില്ല. അതൊരു അസൗകര്യമായിരുന്നു. ആൻഡ് നമ്മൾ സംഭവം മാനേജ് ചെയ്തു. നമ്മൾ ഒട്ടിച്ചു കേട്ടോ, നമ്മൾ ഒട്ടിക്കാതെ രണ്ടുപേരും കൂടി. ഇത് തറയുടെ കാര്യം നമ്മൾ ഒരിക്കലും ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ചെയ്യണതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. ഞാൻ ഇങ്ങനെ നിരങ്ങിയാണ് തുടച്ചത്. എണീറ്റ് പോകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് തുടയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് നീങ്ങും തോറും ഞാൻ ഇങ്ങനെ നിരങ്ങിയാണ് ചെയ്തത്. കുറച്ച് ചെയ്ത് മതിയാകുമ്പോഴത്തേക്കും ഏട്ടൻ ചെയ്യും, ഞാൻ വലിക്കും. അങ്ങനെ നല്ലൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഫ്ലോർ ഒട്ടും തന്നെ ഈസി അല്ല. പക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ ഫ്ലോർ ഒരു 3/4 ഒട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതാ ഇതിപ്പോൾ നമ്മുടെ വോള്, ഈ 2 വോള് ആൻഡ് ഫ്ലോർ കണ്ട. ഈ വക ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാനാണ് നമുക്ക് എത്തോരം സമയം എടുക്കുന്നത് വെച്ചാൽ മെഷർ ചെയ്ത് അത് മുറിച്ച് ഒട്ടിച്ച് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളത് കണ്ട അത്രയും മാത്രം ബാക്കിയുള്ളത്. അപ്പം നമ്മൾ മെഷർമെന്റ് എടുത്തതിന്റെ ചെറിയ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതും 5 റോൾസും 5 ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതിനും കൂടി 5 റോൾ 2 റോൾ എക്സ്ട്രാ ആണ്. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഈ മതിലും കൂടി ഒട്ടിക്കാം. ആൻഡ് ഓൾസോ ആ പില്ലേഴ്സും കൂടി ഒട്ടിക്കാന്ന് വിചാരിച്ചിരിക്കുക. ബിക്കോസ് പില്ലറിന്റെ അടിയിലേക്ക് കണ്ട ഭയങ്കര വൃത്തിയായിട്ടിരിക്കാം. സോ അതും കൂടി ഒട്ടിക്കാന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാം. നല്ല നമുക്കൊരു ഫിനിഷ്ഡ് ലുക്ക് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം സാധനങ്ങളൊക്കെ അങ്ങോട്ട് നീക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ പണി ഇവിടെ തീരാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി നമ്മളിവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ. പിന്നെ ഈ ഫാൻ അങ്ങോട്ടും കൂടെ കിടന്ന് മാറ്റിയിടുന്നത്. ബിക്കോസ് എൻ്റെ ഈ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫാനിന് ഭയങ്കര കടകട ഒച്ചയാണ്. അപ്പോൾ മറ്റേ 2 ഫാനിൻ്റെ റൂമിൽ മറ്റേ ഫാനാണ് അതിന് സൗണ്ടില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിടണം, പിന്നെ തുടയ്ക്കണം. പിന്നെ ഈ സാധനം ഓർഡർ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഒട്ടിക്കണം. അതാണ് നമ്മുടെ പണി. അപ്പോൾ ഇന്ന് പണി തീർന്നു. ബിക്കോസ് ഇനി നമുക്ക് സ്റ്റിക്കർ വന്നാലേ ഇനി നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നില്ല. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ സാധനങ്ങൾ പയ്യെ താഴത്തേക്ക് കൊണ്ടുവരണം. യെസ്, ഇന്നിപ്പോൾ എനിക്ക് വൈകുന്നേരം ഷൂട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈദ് ലുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാം. സോ ഇന്ന് ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അത് കുളയും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പണി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ സൺഡേത്തെ പണി ഓൾമോസ്റ്റ് ഡൺ. ആൻഡ് നമ്മൾ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ബാക്കി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരലും ഒതുക്കലും അങ്ങനത്തെ പരിപാടി കേട്ടോ. ഇന്ന് ബൈ, ഹലോ. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ട്രാൻസ്ഫോർമേഷൻ ബാർ ഷിഫ്റ്റിംഗ് ബാർ റെനോവേഷന്റെ 3rd ഡേ ആണ്. ഇന്ന് മൺഡേ ട്യൂസ്ഡേ ആണ്. അപ്പോൾ മൺഡേ എനിക്ക് ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഫുൾ ഡേ നമ്മൾ ടയർഡായതൊന്നും ചെയ്തില്ല. അപ്പൊ അതിന്റെ ബ്ലോഗ് നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും, സ്കാൻ ചെയ്യാൻ വേണ്ടി പോയതിലേക്ക്. അപ്പൊ ഇന്ന് നമ്മൾ പിറ്റേ ദിവസം ട്യൂസ്ഡേ ഇന്ന് ലീവ് എടുത്തേക്കാണ്. നെക്സ്റ്റ് നമ്മുടെ സെഷൻ തുടങ്ങി കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. ആക്ച്വലി ഞാൻ ഇന്നലെ തന്നെ ക്യാമറ കൊണ്ട് താഴ്ത്തി വെച്ചുകൊണ്ട് ഷിഫ്റ്റിംഗ് പ്രോസസ്സ് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതൊക്കെ കൂടി ഇവിടെ തികയോന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതേ കണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു. ഇത് ആക്ച്വലി ഭയങ്കര വലിയ സ്പേസ് ഒന്നും അല്ല കേട്ടോ, ഭയങ്കര ചെറിയ സ്പേസ് ആണ്. അപ്പോൾ അതിന്റെ ഒരു ലിമിറ്റഡ് ആയിട്ട് എനിക്ക് ഞാനൊരു നല്ലൊരു ഓർഗനൈസർ വാങ്ങിച്ചാൽ അതിനെ കുറെ പ്രശ്നം തരുന്നതെന്ന് എനിക്കത് കണ്ടിട്ട് മനസ്സിലാണ്. നല്ലൊരു ഡ്രോവർ ഉണ്ടല്ലോ, പ്രോപ്പർ ആയിട്ട് നല്ലോണം സാധനങ്ങളുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് 100 കുഞ്ഞു സാധനത്തിന്റെ ആവശ്യമില്ല. സോ അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് എത്ര പേര് ഇതൊക്കെ ഡെലിവറി ചെയ്യുന്ന അറിയില്ല. ബട്ട് അപ്പനും മോനും കൂടെ കുഞ്ഞു സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു കേട്ടോ ഓരോരോ ആൾക്കാരായിട്ട് വരും. യെസ്, അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ കുറെ സാധനങ്ങൾ കൂടി ഒരുമിച്ച് വലിയ ബോക്സ് ആയിട്ടാണ് മൂവ് ചെയ്യണത്. സോ എനിക്ക് അങ്ങനെ വെയിറ്റ് എടുക്കാൻ അത്ര പറ്റിയ സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഏട്ടനാണ് മെജോറിറ്റി സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് ഇനി ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പൊ ഓർഗനൈസേഴ്സ് കുറച്ചുണ്ട്. ആൻഡ് ഇനിയും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ബിക്കോസ് നമുക്കൊന്ന് ഈ സൈഡിൽ നമ്മൾ സെറ്റിൽ ആവണമല്ലോ. അപ്പൊ ഇപ്പൊ ബോക്സിന്റെ അകത്ത് ഓർഗനൈസർക്ക് ഊരി എടുത്തിട്ടാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. അത് നമ്മുടെ സൈഡിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു സൗകര്യം അനുസരിച്ചിട്ട്. പിന്നെ എനിക്ക് 100% മുകളിൽ മുറിഞ്ഞ് കൊണ്ടുവരാൻ പറ്റും. സ്കിൻ കെയറും അങ്ങനത്തെ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ എപ്പോഴും മുകളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതിന്റെ മുകളിൽ ഇവിടെ അവര് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ. അല്ല ലാസ്റ്റ് ഇവിടെ ഇഷ്ടമായ
ആണോടാ? അപ്പൊ സ്കിൻ കെയർ, ഹെയർ കെയർ മുതലായ സാധനങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. സോ അതൊന്നും നമുക്ക് ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ലിറ്ററലി എന്റെ താമസം കൂടി ഇവിടെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കുറെ ഒന്നും കൊണ്ടുവരുന്നില്ല. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ. മേക്കപ്പും നമ്മുടെ ജ്വല്ലറീസ് അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നത്. അതാണ് നമുക്ക് എപ്പോഴും ആക്സസ് വേണ്ടത്. പിന്നെ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ. അപ്പൊ ആ സമയത്ത് മാത്രമേ നമുക്ക് ബാക്കി സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പയ്യെ പയ്യെ എല്ലാ സാധനങ്ങളും മേളിൽ നിന്ന് താഴത്തെ നമ്മൾ വീട്ടിൻ്റെ ഹാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പല പല ആൾക്കാരായിട്ട് മാറി മാറി സാധനങ്ങൾ ഉണ്ണിക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റണം. ഉണ്ണിക്കുട്ടി എനിക്ക് പൊക്കിക്കൊണ്ടുവരണം. ഞാൻ ഏട്ടന് പറ്റണത് ഏട്ടൻ എന്ന മെജോറിറ്റി സാധനങ്ങൾ കൊണ്ടുവന്നത് എനിക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ അതിൻ്റെ ഇടയിൽ വന്ന് ക്യാമറയിൽ നിന്ന് ഡാൻസ് കളിച്ചൊന്നും ഞാൻ അറിയില്ലല്ലോ കേട്ടോ, കുഷുമ്പൻ. എന്നിട്ട് പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ട് ഒതുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നതെന്ന് വെച്ചാൽ ഈ ഡോർ ഇത്രയും തുറക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ എനിക്ക് കുറേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡോറ് ഇരിക്കില്ലേ, അപ്പോൾ ഇരുന്ന് പോണോണ്ട് ഡോറ് ബാക്കി അങ്ങോട്ട് തുറക്കാൻ പറ്റണില്ല. അപ്പോൾ ആ ഡോറ് ശരിയാക്കാൻ വേണ്ടി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്ന് അത് ശരിയാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയായിരുന്നു. ആൻഡ് ഓൾസോ ഫാന് സ്വിച്ച് ചെയ്ത് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഫ്രണ്ടിൽ കിടന്നത് ബാക്കിലേക്കും, ബാക്കിൽ കിടന്ന ഫ്രണ്ടിലേക്കും. പിന്നെ പൊടി തട്ടലും ഫാനിൻ്റെ പൊടിയൊക്കെ തട്ടലും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. എല്ലാവരും ബേസിക്കലി ഈ റൂമിൽ ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഭയങ്കര കട്ടപ്പണിയിലായിരുന്നു. ആൻഡ് നല്ല എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഹെൽപ്പിന് സമാധാനമുണ്ട്. ഒന്നും ഒറ്റയ്ക്കൊന്നും ചെയ്യണ്ടല്ലോ. പിന്നെ ഞാനിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് സ്പെഷ്യൽ മുൻഗണന ഉണ്ടായിരുന്നു. അധികം പണിയൊന്നും ആരും എടുപ്പിക്കേണ്ടതില്ല. എന്നാലും ഈ വക കാര്യങ്ങളൊക്കെ എവിടെ വെക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് ശരിയാവുള്ളൂ. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. നമ്മൾ സ്റ്റാൻഡ് കൊണ്ടുവന്ന കോർണറിലുള്ള സ്ഥലത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂം എന്ന് വെച്ചാൽ ഞാൻ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ഉള്ള പ്ലാനാണ്. 2-3 മതിലുകൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഫുൾ ലെങ്ത്തും അല്ലാണ്ട് ഒക്കെ യൂസ് ചെയ്യാം. എങ്ങനെയെന്ന് അറിയില്ല. നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സോഫാർ കൊള്ളാം. ആ ഫുള്ള് തറയെങ്കിലും ഫുള്ളായിരുന്നെങ്കിൽ കുറച്ച് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്നെ പകുതി കിടക്കണം കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തോ മാതിരി തോന്നും. പിന്നെ നമ്മളിപ്പോൾ ഫെയറി ലൈറ്റ്സ് ഒക്കെ പിടിപ്പിക്കുകയാണ്. ഭാഗ്യത്തിന് എനിക്കിത് അവിടെ വെറുതെ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടാണ് അവിടെ ഒരു പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അത് ഇനി വെക്കാൻ സ്ഥലം കണ്ടുപിടിക്കാനായിരുന്നു. അങ്ങനത്തെ ഓരോ പരിപാടികളായിട്ട് നമ്മൾ പണി മുന്നേറുന്നു. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോന്റെ കുറേ അല്ല, കുറച്ചൊക്കെ സെറ്റപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കുറെ സാധനങ്ങളൊക്കെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പറയാ, ഇനിയും കിട്ടാം. ബിക്കോസ് നമുക്ക് ഫ്ലോറിങ് തീർത്തിട്ടില്ല. ഫ്ലോറിങ് തീർക്കാനുള്ള സമയം നമുക്ക് എടുക്കാനെടുക്കും. നല്ല പണിയായിരുന്നു. രാവിലെ മുതൽ തുടങ്ങിയ പണിയായിരുന്നു. സാധനം മൂവിയിൽ ചെറിയ പരിപാടിയേ അല്ല. എനിക്കൊരു ഓർഗനൈസർ വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട്. ഓർഗനൈസർ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് എനിക്ക് ആ കറക്റ്റായിട്ട് സാധനങ്ങൾ സൗകര്യത്തിൽ വെക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഇനി ഔട്ട്ഫിറ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും തോന്നുന്നു. പിന്നെ നമുക്കൊരു ഓൺ വർക്ക് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. നമുക്ക് ഹാപ്പിയാണ്. ഒന്നും കൂടി നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. 100 പ്രാവശ്യം അങ്ങോട്ടും ഓടെ പിടിക്കൊന്നും ചെയ്യണ്ട. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് നൈസ് ആക്ച്വലി. വീടും ആയിട്ട് മിക്സ് ആവുമ്പോഴുണ്ട് ഇത്ര സാധനം ഉള്ളതുകൊണ്ട് വട്ടുപിടിക്കും. അപ്പൊ ഞാൻ എന്തായാലും സ്റ്റുഡിയോ ടൂർ എന്ന സംഭവം ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഇടാം. ആൻഡ് ബാക്കി പണിയും കൂടി ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഈ വ്ലോഗ് പോകുന്നത്. ബട്ട് ഇൻ ദ മീൻ ടൈം ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് എന്റെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു രക്ഷയില്ല. സോ മോസ്റ്റ്ലി ഞാൻ പയ്യെ ഷൂട്ട് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ബട്ട് സ്റ്റിൽ നമ്മളുടെ എനിക്ക് ആ ഫ്ലോറിങ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് എനിക്ക് ഒരു സഫക്കേഷൻ അത് കാണുമ്പോഴത്തേക്കും. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു പില്ലർ പീസ് മാറി അടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് പൊളിഞ്ഞിരിക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ സ്റ്റിക്കറൊക്കെ വന്ന് അതും കൂടി ഒട്ടിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ഒരു 75% സാധനങ്ങൾ ഇവിടെ 75 അല്ല, ഒരു 85-90% സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഓർഗനൈസിംഗിന്റെ ഒരു ബുദ്ധിമുട്ട്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഇനഫ് ഓർഗനൈസേഴ്സ്. എന്റെ ഈ 4 ഡ്രോവേഴ്സിന്റെ മാറ്റ സെറ്റ് ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട്. അപ്പൊ എനിക്ക് അപ്പൊ കുറേയൊക്കെ കൂടി ഒതുങ്ങുന്നതാണ്. ബിക്കോസ് എനിക്ക് റീസെന്റ് പേർപ്പിളിൽ നിന്ന് ഒരു ഒറ്റയ്ക്ക് സാധനം വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് കുറെ ഒതുങ്ങിയാണ്. ഇപ്പൊ എനിക്ക് ഒത്തിരി സാധനം വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഓർഡർ തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊരു വലിയ ബോക്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത്രയും സാധനം
ഉള്ളതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ കുറച്ചും കൂടി നല്ല ഇവിടെ ഒരു ഡോറ് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഈ സ്ഥലത്ത് അവിടെ ഒരു ഡോറ് വന്നു കഴിയണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കേർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമില്ലേ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി വെക്കണം. പിന്നെ തേഴ്സ്ഡേ നമുക്ക് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കയറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് ഞാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. ബിക്കോസ് ആഫ്റ്റർ ഓൾ ദിസ് ഇസ് ലൈക്ക് മൈ പേഴ്സണൽ ലൈക്ക് വർക്ക് സ്പേസ് മാതിരി ആവുമ്പോൾ ഞാനൊരു പൂജ സ്റ്റാൻഡ് മാതിരി ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്താൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത് വന്നിട്ട് ചെറിയ ഭഗവാന്റെ ഒരു ഫോട്ടോ അവിടെ വെക്കണം. അപ്പൊ വിളക്കൊക്കെ കത്തിക്കുമെന്ന് എനിക്കറിയില്ല ഡെയിലി ഒന്നും, ബട്ട് സ്റ്റിൽ ഒരു ഭഗവാന്റെ ഫോട്ടോ എനിക്കത് കാണുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന നമ്മള് ഡിവോട്ടി ആയിട്ടുള്ള നമ്മള് പൂജിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു ഫോട്ടോ നമ്മുടെ വർക്ക് സ്പേസിലുണ്ടെങ്കിൽ നമുക്ക് കുറെ പോസിറ്റീവ് എനർജി തരും. അത് നമ്മുടെ വർക്കിനെ നന്നായിട്ട് പോസിറ്റീവ്ലി ബാധിക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഭഗവാന്റെ ഫോട്ടോ എനിക്കടുത്ത് വെക്കണം. അപ്പൊ അതിന്റെ സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനോട് ചാണി വെക്കണം. പിന്നെ ഞാൻ ഗോവെന്ന് വാങ്ങിച്ചാൽ വെറുതെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയില്ല, ഞാനത് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നേക്കണത്. അപ്പൊ അത് സെറ്റ് ചെയ്യണം. അതൊക്കെ ഈ മതിലൊക്കെ ഫുള്ളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്നിട്ട് ഒരാഴ്ചയ്ക്ക് കൂടി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും മോസ്റ്റ്ലി ഈ വ്ളോഗ് എന്തായാലും വരാൻ വേണ്ടി പറഞ്ഞത്. ഐ ആം റിയലി എക്സൈറ്റഡ് ആൻഡ് ഐ കൈൻഡ് ഓഫ് ലവ്ഡ് ഇറ്റ്. ഓക്കെ, ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ പ്രോസസ്സിങ്ങിലും നമ്മളിങ്ങനെ തന്നെ രണ്ടുപേരും കൂടി ചെയ്തതുകൊണ്ട് അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് മേക്കപ്പ് ചെയ്യാൻ അപ്പുറത്ത് കൊണ്ടുപോയിരിക്കും. ബിക്കോസ് നമ്മൾ ജസ്റ്റ് എങ്ങും പുറത്ത് പോകണില്ല, ബട്ട് സ്റ്റിൽ എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം പിന്നെ റെഡി ആവാൻ വേണ്ടി ഇവിടെ വരണ്ടേ. അപ്പൊ ഡ്രസ്സസ് മാത്രമായിട്ട് ഇവിടെ കൊണ്ടുവരാത്തത്, ബാക്കി എല്ലാം മേക്കപ്പ്, സ്കിൻ കെയർ എന്ന് വെച്ചാൽ പുതിയ സ്കിൻ കെയർ ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഓർഗനൈസേഷൻ, പക്ഷെ ഓൾറെഡി 12:30 അപ്പൊ ഇനി ടയേർഡ് ആവും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കേരളം ഇറങ്ങാൻ വീട്ടിൽ കയറി ഞാൻ സ്റ്റെപ്പ് അധികം കയറുന്നില്ലെങ്കിൽ കൂടി മോളിലേക്ക് വീട്ടിൽ നിന്ന് പോയി എടുത്ത് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ഓർഗനൈസ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ചെയ്യുന്നത്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റുഡിയോ ടൂർ ഇടാം. എൻ്റെ എല്ലാം ഫുള്ളും സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം മോസ്റ്റ്ലി പയ്യെ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ പണി ഇവിടെ ഞങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഞാൻ പോവുകയാണ്. ഇനി കുളിക്കണം, അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പിന്നെ കാണാം. ബൈ. ഇപ്പോഴത്തേ കണ്ടില്ലേ, നമ്മളിവിടെ ഒരു ടെമ്പററി സെറ്റപ്പ് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന അമ്മായിയുടെ ടേബിളിന്റെ മുകളിൽ നമ്മളുടെ പുതിയ കൊറിയറും കാര്യങ്ങളൊക്കെ വെച്ചേക്കുക. ഇതൊക്കെ അടുത്ത ഓർഗനൈസർ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് അവിടെ വെക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ അല്ലാത്ത 2 ഓർഗനൈസേഴ്സ് ഇങ്ങോട്ട് എത്തിച്ച് കുറേയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ആക്കാനുണ്ട്. വി നീഡ് മോർ ഓർഗനൈസേഴ്സ്. അല്ലാണ്ട് നമുക്ക് ബാക്കി പരിപാടികളൊന്നും നടക്കത്തില്ലാണ്ട. അപ്പൊ ഇതിവിടെ എത്തിയിട്ടുണ്ട്. കുറെ ഡീക്ലട്ടർ ചെയ്തു, കുറച്ചൊക്കെ ഡീക്ലട്ടർ ചെയ്തു. ആൻഡ് ഇവിടെ ജ്വല്ലറീസിന്റെ സെക്ഷൻ ഇവിടെയാ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടൊരു അടച്ച് ഉറപ്പുള്ളൊരു റോയിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ അതൊക്കെ കൊണ്ടുപോകണം ഇവിടുന്ന്. അപ്പൊ അങ്ങനെ കേട്ടോ, ഇതൊക്കെ ഫുള്ളും പുതിയ കൊറിയറുകളാണ്. കയ്യിൽ നിന്ന് താഴെ പോയി. കൊറിയറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഫുള്ളും ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വീഡിയോ ഇട്ടിടാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മുടെ സെറ്റപ്പ് ഇങ്ങനെയാണ്. എനിക്കെന്താ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും. അപ്പൊ ഇനി നമുക്ക് പോവാം. അപ്പൊ ഇത് നമ്മൾ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച നമ്മൾ രാഹുകാലം നോക്കിയിട്ടാണ് നമ്മൾ കയറിയത്. അപ്പൊ നമ്മൾ ചെറിയൊരു വിളക്ക് കത്തിക്കലും കുട്ടി ഇനോഗ്രേഷനും മാതിരി നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നന്നായിട്ട് വരില്ലല്ലോ. സോ ഞാനും അമ്മയും ഉണ്ണിക്കുട്ടിയും കൂടിയാണ് വിളക്ക് കത്തിച്ചത്. അച്ഛനും ഏട്ടനും ഉണ്ട് കേട്ടോ, അമ്മായിയും അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഒന്ന് ഫ്രെയിമിൽ കിട്ടാത്തതുകൊണ്ടാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അത് തന്നെ സന്തോഷം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഭഗവാന്റെ ഫോട്ടോ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഇത് സ്റ്റാൻഡ് വന്നു കഴിയുമ്പോൾ വേണം കറക്റ്റായിട്ട് ആണിയൊക്കെ അടിച്ചിട്ട് നമുക്ക് പ്രോപ്പർലി വെക്കാൻ. അപ്പം അതുവരെ നമുക്കൊരു അനുഗ്രഹത്തിന് എന്തായാലും വേണമല്ലോ ഇവിടെ. അങ്ങനെ വെച്ചേക്കാണ് അവിടെ. അപ്പൊ നമ്മുടെ കുഞ്ഞു സ്റ്റുഡിയോന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പുതിയൊരു സംരംഭം നന്നായി വരട്ടെ. നന്നായിട്ട് അതാണ് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തേഴ്സ്ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് സൈഡ് ഡിവോട്ടീസ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും തേഴ്സ്ഡേ ആണ് നല്ല ദിവസം. അപ്പൊ അമ്മ പറഞ്ഞു തേഴ്സ്ഡേത്തേക്ക് നമുക്ക് റെഡി ആയാൽ മതി എന്ന്. ഇവിടെ അമ്മ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇന്നലെ രാഹുകാലം ഒക്കെ നോക്കി നമ്മൾ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാ സക്സസും ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലെ. നമ്മുടെ അച്ഛനമ്മയുടെ കാലം എന്തായാലും ഉണ്ടാവും അറിയാം. ഇവിടെ ഒരാള് നമുക്ക് ഇവിടെ വന്ന് കളി തുടങ്ങി.
ഞാനപ്പോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റുഡിയോ ടൂർ പിന്നെ ചെയ്യാം. ബിക്കോസ് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ കുറച്ചും കൂടി ഒക്കെ തീർക്കാനുണ്ട്. പക്ഷെ എന്റെ സാധനങ്ങൾ മുഴുവനും ഇങ്ങോട്ട് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തേക്കുന്നുണ്ട്. എനിക്ക് ഇനി ഇങ്ങോട്ട് വിളക്കത്തിച്ച് കയറാണ്ട് വേറെ നിവർത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇവിടെയാണ്. മുകളിൽ നമ്മുടെ റൂമിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഷൂട്ടിംഗ് ഇനി ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കയറാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് നല്ല ദിവസം നോക്കി നല്ല സമയം നോക്കി നമ്മളിപ്പോ കയറിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും വിഷസും നിങ്ങളും കൂടെ ഉണ്ടാവണം. ഇത്രയും നാളുണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഉണ്ടാവും എന്നാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. അപ്പൊ ഇനി മിക്കവാറും നിങ്ങൾ കാണുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ പുതിയ സ്റ്റുഡിയോ നോക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ കോൾ വന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ടെമ്പററി മാതിരിയാണ് കുറെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സാധനങ്ങളും വന്ന് കംപ്ലീറ്റ്ലി മാറ്റിയതിന് ശേഷം എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി കേർട്ടൻ വരാനുണ്ട്, ഫ്ലോറിന്റെ കുറച്ച് ചെയ്യാനുള്ള ആ പോർഷൻ വരാനുണ്ട്, പിന്നെ ഭഗവാനെ ഫോട്ടോ വെക്കാനുള്ള സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാനുണ്ട്, പിന്നെ ഓർഗനൈസർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച്. പക്ഷെ ഇതിപ്പോ നമുക്ക് ഇങ്ങോട്ട് കയറാതിരിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മളുടെ ഐറ്റമുകൾ മുഴുവനും നമ്മളുടെ ഐറ്റംസ് മുഴുവൻ നമ്മളിവിടെ എത്തിച്ചു കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് കയറാതിരിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ ട്രാൻസ്ഫോർമേഷൻ വ്ലോഗ്. ഓക്കെ, ടൂർ പിന്നെ കേട്ടോ ധൃതി പിടിക്കരുത്. ബിക്കോസ് നമുക്ക് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ കുറെ ഡിലേ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ടൂറ് അല്ലെങ്കിൽ മെയ് എൻഡോടെ എന്തായാലും കാണിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് അല്ല, ഒരു 3-4 ദിവസത്തെ വ്ളോഗ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഉണ്ണിക്കുട്ടി എന്താ ചെയ്യേണ്ട? വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഓക്കെ, ലൈക്ക് ഷെയറും മാസ്റ്റർമെല്ലോ തിന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാവണം, പ്രേയേഴ്സ് ഉണ്ടാവണം. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഒരു സ്പേസ് എനിക്ക് എന്നും ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ സ്പേസ് കിട്ടിയതിൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കുറേയൊക്കെ ഓർഗനൈസേക്ക് മാറ്റി ഒരു സ്പെഷ്യൽ സ്പേസ് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ബിക്കോസ് ഒരു വൈഫ് കം മദർ ആയിട്ടുള്ള എനിക്കത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു. വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യണം. പക്ഷെ ഇത് ഇത്ര നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും അടിപൊളി ഒരു സൗകര്യം നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോയി നമ്മൾ സത്യം. അപ്പോൾ ഒന്നും കൂടി നിങ്ങളോട് എല്ലാവരും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ആൻഡ് ലവ് യു ഓൾ. ബൈ.